ഹലോ ശോഭൻ, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഈ ആത്മാർത്ഥ കടപ്പാട് എന്നൊക്കെ പറയുന്നത് വെറും കള്ളമാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? എല്ലാവരും സ്വാർത്ഥരാണ്. അല്ലായിരുന്നെങ്കിൽ സ്വന്തം സുഹൃത്ത് തന്നെ നിന്നിങ്ങനെ ചതിക്കുമായിരുന്നോ? ഇനിയിപ്പോ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ? ഒന്ന് സ്മാർട്ട് ആവടോ. പഴയതൊക്കെ മറക്കാൻ വിഷമായിരിക്കുമെന്ന് അറിയാം. മറക്കണ്ട, പക്ഷെ ചതിക്ക് ചതി. അതാണ് ഞങ്ങളുടെ പോളിസി. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ശത്രുവിന്റെ ശത്രു മിത്രമാണെന്നല്ലേ പറയാറ്? നിനക്കിപ്പോഴാവശ്യം നിന്റെ ശത്രുവിനെ തകർക്കാൻ കരുത്തനായ ഒരു മിത്രത്തെയാണ്. യെസ്, റാം സാബ് നിനക്ക് കരുത്തനായ ഒരു മിത്രമായിരിക്കും. ഐ പ്രോമിസ്. നാടോടുമ്പോ നടുവ് ഓടിയില്ലെങ്കിൽ നടുവൊടിഞ്ഞു വഴി വീഴും. അങ്ങനെ ഓടിയത് കൊണ്ടാ വടക്കമ്പറൂക്കാരൻ കൊച്ചിരാമൻ റാം സാബായത്. സംശയ ബേട്ട, റാം സാബിനെ കുറിച്ച് നിന്റെ ആ പഴയ ചങ്ങാതി ഉണ്ടല്ലോ ജിത്തു, അവനൊരു ചുക്കും അറിയില്ല. ഈ കൈഞ്ഞൊടിയിട്ടൊന്ന് ഞെരടാൻ പോലുമില്ല അവൻ. തരത്തിൽ ചേരുന്നവരോട് കളിക്കാനാ റാം സാബിന് ഇഷ്ടം. അവനൊരു പീക്കിരി പയ്യൻ, അതുകൊണ്ടാ നിസ്സാരമായി തള്ളിയത്. സംശയ, നീ എന്നോട് ഇത്തിരി കളിച്ചിട്ടുണ്ട്, പക്ഷെ നീ മിടുക്കനാ. നിനക്ക് ഒഴുക്കിനൊത്ത് നീന്താൻ അറിയാം. നീ നീന്തിക്കോ, കൂടെ റാം സാബും ഉണ്ട്. പിന്നെ പിള്ളേര് വന്ന് ഇലക്ഷന്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ചെയർമാൻ അവനായിരുന്നല്ലോ. അവനെതിരെ നിർത്താൻ പറ്റിയ ഒരേ ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ. ശോഭൻ കുമാർ ജി, നീ ജയിക്കണം. തൂ ജീത്തന പടേക. നിന്റെ മുഖം കണ്ടാൽ അറിയാം ഭാവിയിലെ മന്ത്രി. ആ യുരുക്കിലി പയ്യനോടുള്ള റാം സാഹിബിന്റെ ചെറിയൊരു റിവെഞ്ച് നിന്റെയും. ശോഭൻ കുമാർ അവർ ചെയർമാൻ ശോഭൻ കുമാർ, വീര ശോഭൻ കുമാർ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ ആർക്കും അത്ര വിശ്വാസമായില്ല. എടാ, ഇനി നോക്കി നിന്നിട്ടൊന്നും കാര്യമല്ല. നീ നോമിനേഷൻ കൊടുത്തേ പറ്റൂ. അവൻ ജയിച്ചു വരട്ടടാ, നമ്മുടെ ശോഭനല്ലേ. അവനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. അവൻ ജയിച്ചാൽ റാം സാബിന്റെ കയ്യിൽ നിന്നും ഒരിക്കലും നമുക്ക് അവനെ മോചിപ്പിക്കാനാവില്ല. അത് തന്നെ ഞാനും പറയുന്നത്. ജിത്ത് ഇത്തവണയും മത്സരിക്കണം. നമുക്കൊരു പാർട്ടിയുടെയും ബാൻഡ് വേണ്ട, സ്വതന്ത്രമായി നിന്ന് മത്സരിച്ചാൽ മതി. നീ ആ നോമിനേഷൻ പേപ്പറിൽ ഒരു ഒപ്പിട്ടതാ. നിന്നെ ജയിപ്പിക്കുന്ന ആരും ഞങ്ങളേറ്റു. ശോഭൻ നമുക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടു അല്ലടാ. നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി അവൻ സ്വയം തോൽക്കണം. ഇല്ല വോട്ടില്ല. ജിതിൻ ബാബു നോട്ടില്ല. അവർ ചെയർമാൻ. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ വരുന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഈ ഇലക്ഷനിൽ നിങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ ഇവിടെ തേനും പാലും ഒഴുക്കാമെന്നുള്ള മോഹന വാഗ്ദാനങ്ങളൊന്നും ഞാൻ നൽകുന്നില്ല. മറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഈ കോളേജ് യൂണിയൻ ഭരിച്ച് കുട്ടിച്ചോറാക്കിയ നയവഞ്ചകർക്കെതിരെയാണ് എന്റെ പോരാട്ടം. 30 വെള്ളിക്കാശിനു വേണ്ടി യേശുദേവനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പിൻഗാമികൾക്കെതിരെയാണ് എന്റെ പോരാട്ടം. ഈ ധർമ്മസമരത്തിൽ എന്നോട് മത്സരിച്ച് ജയിക്കാൻ ചങ്കൂറ്റമുള്ള ചുണക്കുട്ടന്മാരുണ്ടെങ്കിൽ ഞാനിതാ വെല്ലുവിളിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലമെണ്ണുമ്പോൾ അത് ചതിയന്മാർക്കും ആത്മവഞ്ചകർക്കുമെതിരെയുള്ള കനത്ത പ്രഹരമായിരിക്കും. ഇതൊരു വാശിക്ക് വേണ്ടിയല്ല, ഞാൻ ആത്മവഞ്ചകനല്ലെന്ന് ബോധ്യപ്പെടുത്താനാണ്. വെറുതെ പറയുന്നതല്ല റാംജി, ജയിക്കുന്ന കാര്യത്തിൽ എനിക്കൊട്ടും പ്രതീക്ഷയില്ല. അതായത് ആ പീറച്ചക്കന്റെ മുമ്പിൽ റാം സാബ് തോക്കുമെന്നർത്ഥം. അത് പക്ഷേ റാംജി, ज्यादा बात करने की जरूरत नहीं.
ആരുടെയും വിശദീകരണം എനിക്ക് ആവശ്യമില്ല. നിങ്ങൾക്കറിയില്ലേ, മന്ത്രം പഠിച്ചവൻ തന്ത്രി, തന്ത്രം പഠിച്ചവൻ മന്ത്രി. അതായത് രാഷ്ട്രീയത്തിൽ വേണ്ടത് തന്ത്രമാണെന്ന്. അവന്റെ കൂടെ കൊടിയും പിടിച്ചു കിടക്കുന്ന കുറെ എണ്ണം നടുവൊടിഞ്ഞ് കുറച്ചു ദിവസം കിടന്നാൽ മതി. ബാലറ്റ് പേപ്പർ കൈ കിട്ടുമ്പോഴും അവനൊക്കെ ഓർക്കണം നട്ടലിനേറ്റ വേദന. സംസാ അടുത്ത മാസം എടുത്ത് വച്ചേക്കണേ കേട്ടാ. बंद करो सब. आइए आइए आइए. ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നിങ്ങളുടെ ഈ കളി പോരാ. ചെറിയ കളിയിൽ നിന്നാണ് തുടങ്ങിയത്. ഇതൊരു ആനക്കാര്യമായി റാം സാബ് എടുത്തിട്ടുമില്ലായിരുന്നു. പക്ഷേ നീ എല്ലാം കൂടി കളിച്ച് കളിച്ച് ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാക്കി മാറ്റി. അതെ, കോളേജ് ഇലക്ഷനില് ശോഭൻ ജയിക്കണം. നീ അതിന് കഴിവാകണം. നാളെ മുതൽ ഇലക്ഷൻ പ്രചരണത്തിന് നീ ഉണ്ടാവരുത്. സംസാ മുന്ന സംസാ. എന്നെ കൊന്നാലും ഞാൻ പിന്മാറില്ല. ഏയ്, നീ പിന്മാറാൻ തയ്യാറാണോ? അച്ഛാ, ബഹുത്ത് അച്ഛാ. സമ്മതിച്ചാൽ ഇപ്പൊ തന്നെ ബാപ്പയ്ക്ക് മോനും പുറത്തു പോകാം. നഹിത്തോ ജനക്ക് മാറുക. ചീസ് ബടീകെ മസ്ത് മസ്ത് തോ ചീസ് ബടീകെ ബാപ്പ എപ്പോഴും പറയാറുണ്ടായിരുന്നില്ലേ, ആരുമായിട്ട് ഒരു ഇടാകൂടത്തിന് പോകരുതെന്നും. അനുസരിച്ചില്ല. നീ പഠിച്ചൊരു സുൽത്താനായി കാണാൻ വേണ്ടിട്ടാ, മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ മോൻ കുഞ്ഞാകരുന്ന് കരുതിയിട്ടാ ഈ ബാപ്പ ബലക്കാരന്റെ വേഷം കെട്ടിക്കൊണ്ടിരുന്നത്. ഒടുക്കം ഈ ബാപ്പാന്റെ ആശകളെല്ലാം തകർത്ത് കളഞ്ഞിട്ടാ മോനെ. ഞമ്മക്കിതൊന്നും വേണ്ട, ഒന്നും വേണ്ട, ഒക്കെ വിട്ടേക്ക്. വിടൂലേ? ഈ ബാപ്പാക്ക് വേണ്ടിയിട്ട് കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കണം. നിന്റെ പെങ്ങന്മാർക്ക് വേണ്ടിയിട്ട്. എന്താ രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ ഈ കൂനി പിടിച്ചുള്ള ഇരിപ്പ്? എന്തു പറ്റി? ഇലക്ഷൻ അടുത്തു, കൊണ്ടുപിടിച്ച് ശ്രമിച്ചില്ലെങ്കിലേ. ആഹാ, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കി. എന്നെ കൊണ്ട് നിർബന്ധിച്ച് നോമിനേഷൻ കൊടുപ്പിച്ചിട്ട് നീ ഇവിടെ വന്നിരുന്ന സ്വപ്നം കണ്ട് സൂഹിക്കുകയാണല്ലേ. എഴുതേക്കടാ. എന്താ മനുഷ്യനെ മനഃപൂർവ്വം നാറ്റിച്ച് അടങ്ങുമെന്ന പോലെ വാശിയുണ്ടോ? അല്ലെങ്കിൽ പറ, 4 വോട്ട് തണ്ടാതെ നീ രാവിലെ മുതലേ മുങ്ങിയതെന്താ? സുബൈറെ, എന്തു പറ്റിയടാ നിനക്ക്? മനുഷ്യനെ ശല്യപ്പെടുത്താവുന്ന പോയി തരാമോ? സുബൈർ, നിർബന്ധിച്ച് നോമിനേഷൻ കൊടുപ്പിച്ചൊക്കെ ശരി തന്നെ. എന്ന് വെച്ച് രാപ്പകൽ വോട്ട് വേണ്ടി നിന്നെ ജയിപ്പിക്കാമെന്ന് കരാർന്ന് വഴി ഒപ്പിട്ടൊന്നില്ലല്ലോ. കഴിവുണ്ടെങ്കിൽ സ്വയം പോരാടി ജയിക്കാൻ നോക്ക്. എനിക്ക് പഠിക്കണം, പഠിച്ച് ജയിക്കണം, വലിയൊരു ഉദ്യോഗം നേടണം. പുര നിറഞ്ഞു നിൽക്കുന്ന 5 പെങ്ങന്മാരും വൃദ്ധനായ ബാപ്പയുമായി എനിക്ക്. അവരെ പൊന്നുപോലെ നോക്കണം.
ക്ഷമിക്കടാ. 8-10 വർഷത്തെ ആത്മബന്ധം, അതുകൊണ്ട് അല്പം സ്വാതന്ത്ര്യം എടുത്തു. നീ പഠിക്കണം, പഠിച്ച് ജയിക്കണം. ഇവിടെ ഞാൻ തോറ്റാലും ജീവിതത്തിൽ നീ ജയിക്കണം. പഞ്ചപാണ്ഡവരെ പോലെ ഈ കോളേജിൽ വിലസ് നടന്നവരാ നമ്മൾ. ഒരുത്തം പോയി, നീ എനിക്ക് നഷ്ടപ്പെടരുത്. പിന്നെ ഈ ഇലക്ഷൻ, അവിടെ നിങ്ങൾക്ക് വേണ്ടാത്ത വിജയം എനിക്ക് എന്തിനാടാ? ഞാൻ നോമിനേഷൻ പിൻവലിക്കുക. ഇത് ആത്മവഞ്ചനയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പില്ലാത്ത കുടുംബവും സെന്റിമെന്റ്സും നിനക്ക് എപ്പോഴുണ്ടായത്? എനിക്കറിയാം. കുടുംബം പറ്റ റാംസാബ് നിനക്ക് കൈ നിറച്ചുണ്ടാവും. കൈ നിറച്ചല്ലടാ, ഈ ചങ്ക് നിറച്ചത്. നിനക്കറിയണോ? കരയാതടാ. ഈ അവസ്ഥയിൽ ചങ്കൂറ്റവും ആത്മവിശ്വാസമാണ് വേണ്ടത്. നമ്മളൊക്കെ നിർബന്ധിച്ചിട്ടല്ലേ ജിത്തു ഇലക്ഷനിൽ നിന്നത്. അവൻ മത്സരിക്കുന്ന അവന് ജയിക്കാനോ പേരെടുക്കാനോ വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ഇലക്ഷനിൽ ജിത്തു തോറ്റാൽ ജയിക്കുന്നത് റാംസാബായിരിക്കും. അത് അനുവദിക്കരുത്. എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് പോരാടണം. മരിക്കാൻ തയ്യാറായി ഞങ്ങളൊക്കെ അല്ലേടാ നിന്റെ കൂടെ. വാടാ, ജിത്തു വല്ലാതെ വിഷമിച്ചാ പോയിരിക്കുന്നേ. ജിത്തു, നോ നോ. ജിത്തു, നീ നോമിനേഷൻ പിൻവലിക്കരുത്. സാരമില്ലടാ, നമ്മുടെ ആത്മബന്ധത്തിന് അപ്പുറത്താണോ എന്റെ ജയവും തോൽവിയും ഒക്കെ? ജിത്തു പ്ലീസ്. വിവരമില്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു വെച്ച്. എനിക്ക് നിന്നെ വേണം, നിന്റെ സ്നേഹം വേണം. നമ്മളീ കൂടാരം വിട്ടിറങ്ങുമ്പോ നമുക്ക് ഓർമ്മിക്കാൻ കുറെ നൊമ്പരങ്ങൾ മാത്രം പോരല്ലോടാ. വേണ്ടടാ, ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഈ ജന്മം എനിക്ക് നിന്നെ പിരിയാനാവില്ലടാ, പിരിയാനാവില്ല. ചിത്തു, പഠിക്കോടാ മങ്ങന്മാര് അവർക്കാരുള്ളടാ. പറയണ്ട. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله. എന്റെ പൊന്നുമോനെ, പൊന്നുമക്കളെ, നിന്നെ ഒരു സുൽത്താനായി കാണാൻ നമ്മൾ ആശിച്ചിട്ട് അല്ലാ, നീ നമ്മളോട് ചതി ചെയ്തല്ല. എന്താടിയത്? ഇവിടെ കിടന്ന് കരഞ്ഞു വെറുതെ. മറ്റുള്ളവരെന്താ വിചാരിക്കുക?
എല്ലാം ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞില്ലേ, ഇനി ആരും അറിയണ്ട. എന്നെ വിശ്വസിക്കണം, ഒന്നും ഞാൻ അറിഞ്ഞല്ല. ഒന്നും വാശിയുണ്ടായിരുന്നു, ദേഷ്യവും. പക്ഷെ എന്റെ സുബേറിനെ കൊല്ലാൻ മാത്രമുള്ള വൈരാഗ്യം ഇല്ലായിരുന്നു. വിശ്വസിക്കും, എന്നെ വിശ്വസിക്കണം. അറിഞ്ഞുകൊണ്ടില്ലെങ്കിലും നിന്റെ മരണത്തിന് ഉത്തരവാദി ഞാനായി പോയില്ലടാ. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ മോനെ കൊന്നില്ലേ? ഇപ്പൊ എന്തിനാണോ ഇങ്ങോട്ട് വന്നത്? വല്ല മയ്യത്തെ കാണാനാ? Yeah.